മുഖശ്രീ ആൻഡ് ഫാമിലി അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു കൈഡി കൊടുക്കാം. ഓക്കെ ഷാജൻ ചേട്ടാ. എന്റെ പൊന്നോ, എന്നെ പൊളിച്ച് നിങ്ങൾ മൂന്നുപേരുടെ നിന്ന്. സനീഷ് മുഖശ്രീ, നിങ്ങളുടെ മുഖശ്രീയാണ് ഈ ചക്കര. സത്യം, ഈ പൊന്നാണ് നിങ്ങളുടെ മുഖശ്രീ. ചക്കരെ ഒരു 100 കേട്ടോ. അച്ഛനും അമ്മ തന്ന പോലത്തെ ഒരു 100 മംഗളിന്റെ ഭാഗം. ഇപ്പൊ 6 പറയുന്നതിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുത്തോളാം. തുടങ്ങിയപ്പോ മുതല് കൗണ്ടറുകൾ അങ്ങോട്ട് തുടങ്ങിയിട്ട് ആ ചെറുക്കൻ ആ തലയിൽ ഒരു കൗണ്ടറായിട്ട് വന്നു. പിന്നെ അവന്റെ വക ഒരു ഒരിക്കലായിരുന്നു. അവനിപ്പോഴും അണപ്പ് തീർന്നിട്ടില്ല. അവന് നന്നായിട്ട് എന്തെങ്കിലും കൊടുക്കണം. വയറ് നിറച്ച് നീ എന്തെങ്കിലും കഴിച്ചോണം കേട്ടോ. അവന് ജീവിതകാലത്ത് ഒരുപാട് ഇതേപോലെ തമാശകള് ഒരുപാട് പേരെ ചിരിപ്പിക്കാനുള്ള ഒരാളാണ്. ഗംഭീര കലാകാരനാണ്. നീ അച്ഛനും അമ്മയും നല്ല കലാകാരന്മാരാണ്, അതിന് സംശയമില്ല. മോനെ നീ കിടുക്കാച്ചി ഐറ്റമാ. നീ ഇത് ഐറ്റം നിങ്ങളെടുത്ത കണ്ടന്റ് അതൊരു പുതിയ സിനിമയായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും അതുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലെങ്കിൽ പോലും ആ ഒരു കണ്ടന്റ് ഭയങ്കര രസമുള്ളൊരു കണ്ടന്റ് ആണ്. നമ്മുടെ ആർട്ട് ടീമിന് നല്ല ഉഗ്രൻ മഞ്ഞുമ്മൽ ബോയ്സ് ഉള്ള നമുക്ക് ചെയ്യാനും നല്ല ഇതായിരുന്നു. നിങ്ങൾ ആ ഒരു സ്ഥലത്ത് ആ സ്ഥലം കാണാൻ വേണ്ടി വരുന്നു, അവിടെ ഒരു പൂക്കച്ചവടക്കാരൻ വരുന്നു, അതിൻ്റെ അകത്ത് നടക്കുന്ന നർമ്മങ്ങളാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത്ര ഗംഭീരമായിട്ട് നിങ്ങൾ 3 പേരും, പ്രത്യേകിച്ച് സൈന്ധവ് ഐറ്റം വേറെയാണല്ലോ, അപ്പൊ വേറെ തന്നെ ചെയ്യണമല്ലോ. എന്തായാലും ഗംഭീരമായി, അടിപൊളിയായി. ഓക്കെ, ആദ്യം അച്ഛനും അമ്മയും ചെയ്യേണ്ടത് ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് മകനൊന്ന് ഒഴിഞ്ഞിട്ട് കൊടുക്കണം. ഗംഭീരം കേട്ടോ. അതായത് ഇങ്ങനെ ഒരു മകൻ ഉണ്ടായതിൽ നിങ്ങൾ അഭിമാനിക്കണം. പിന്നെ ഇതിനെക്കുറിച്ച് ഒന്നും പറയേണ്ട ഒരു കാര്യമില്ല ഈ സ്കിറ്റിനെ കുറിച്ച്. കാരണം നമ്മുടെ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ 200 കോടിയൊക്കെ മലയാള സിനിമയിൽ വന്നിരിക്കുകയാണ്. അതിലുപരി ഇപ്പോൾ ഈ ഐറ്റം വേറെ എന്ന് പറയുന്ന നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലെ ഇത്രയും കോമഡി പരിപാടിയിൽ നിങ്ങളും ആ ലെവലിൽ എത്തിയിരിക്കും. ഗംഭീരം. സിനിമയും സ്കിറ്റും ഐറ്റം ഓക്കെ. അപ്പം വേറെ ഐറ്റം നമുക്കുണ്ട്. എന്തുവാ? മാർക്കുണ്ട്, പൈസയുണ്ട്. അതെത്രന്ന് അറിയണ്ടേ? എനിക്ക് സംഭവമെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ കുഴി വീണത് എനിക്ക് എത്ര അങ്ങോട്ട് ഒരു തൃപ്തി വന്നില്ല. ആ കുഴി വീണത് പക്ഷെ അത് സിനിമയിലുള്ളതല്ല, അതല്ലേ അല്ല. ഞാൻ ആ സിനിമ കണ്ടില്ല. ഇക്കാനെയാണ് ആദ്യം എടുത്ത് കുഴിയിടുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടില്ല, കണ്ടിട്ട് വരാറില്ല. അതല്ല വേറൊരു അത്ഭുതം അറിയാം, ഒരു സിനിമയും കാണാത്തുള്ളത്. സത്യം, അഭിനയിച്ച സിനിമകൾ പോലും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ കയറ്റി ഇറക്കി ഒന്നും പറയുന്നില്ല. ഞാനൊരു 5 മാർക്ക് കൊടുക്കുകയാണ്. ഓക്കെ 5000 രൂപ അക്കൗണ്ടിൽ വീണിട്ടുണ്ട്. ഞാൻ ഒരു 10 മാർക്ക് തന്നിരിക്കും. ഓക്കെ, 15000 രൂപ. ഓരോ മാർക്കിനും 1000 രൂപ വെച്ച് ഇപ്പൊ 15 പോയിന്റ് കിട്ടി. അപ്പൊ ടോട്ടൽ 15000 രൂപ അക്കൗണ്ടിൽ വീണിട്ടുണ്ട്. ഓക്കെ, അവിടെ മഞ്ഞുമൽ ബോയ്സ് 200 കോടി കടന്നപ്പോൾ നമ്മളിവിടെ 15000 രൂപ കടന്നിരിക്കുന്നു. ഇനിയും അസിസിക്കയുടെ മാർക്സ് ആണ്. പക്ഷെ അസിസിക്ക തരൂല. ഞാൻ ഹൈഡ് ചെയ്ത് വെക്കും. ഈ ഹൈഡ് ചെയ്യുന്നത് അറിയാം, നമുക്കൊരു ബാങ്കർ ഉണ്ട് ഇവിടെ. പക്ഷേ എനിക്കിത് കുറഞ്ഞു പോയോ എന്നൊരു ഒരു സങ്കടമുണ്ട്. ഇത്രയും നല്ലൊരു സ്കിറ്റിൽ അല്ല, നമുക്ക് ചില പരിമിതികളുണ്ടല്ലോ, അതിനനുസരിച്ച് കുറഞ്ഞു പോയോ എന്നൊരു ഇതുണ്ട്. പക്ഷേ ഞാൻ തരുന്നില്ല, ഞാൻ ഹൈഡ് ചെയ്യുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാം, നോക്കാം. ഇതുവരെ നമ്മുടെ അക്കൗണ്ടിൽ 15000 രൂപ ഉണ്ട്. ഇപ്പൊ എത്ര ടോട്ടൽ വരുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അസിസിക്കയുടെ മാർക്സ് എത്ര അറിയാൻ പറ്റും. നോക്കിക്കോ. സൈന്ധവേ, മനസ്സിലായില്ലേ? ഇവിടെ വന്ന് ചിരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പരിമിതിയില്ല, ഞങ്ങൾ വയറ് നിറച്ച കൊണ്ടുതരും. അതാണ്. ഇതുപോലെ അവസാനം വരെയും പോവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി പ്രയത്നിക്കുക കേട്ടോ. താങ്ക് യു. ഇനി ഇതുപോലെ വന്ന് ഉഷാറായിട്ട് ചിരിപ്പിക്കുക. ഹാപ്പി ആയിട്ട് പോ. ബൈ.